നമസ്കാരം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ പിന്മാറ്റത്തിന്റെ കാരണം പഠിക്കാൻ എംപ്ലോയീസ് ഗ്യാരണ്ടി കൗൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായുള്ള സർവേക്ക് സോഷ്യൽ ഓഡിറ്റ് വിഭാഗം റിസോഴ്സ് പേഴ്സൺമാരെ ചുമതലപ്പെടുത്തുന്നത് സർക്കാർ പരിഗണനയിലാണ്. പദ്ധതിയിൽ കേരളത്തിന്റെ വൻ കൊഴിഞ്ഞുപോക്കാണ് ഒരു വർഷത്തിനിടെ തൊഴിലുറപ്പിനെ കൈവിട്ടത്. 1.43 ലക്ഷം കുടുംബങ്ങളും 1.86 ലക്ഷം തൊഴിലാളികളും ദേശീയ തലത്തിൽ 59 ലക്ഷം 1.5 കോടി എന്നിങ്ങനെയാണ് കൊഴിഞ്ഞുപോക്കിന്റെ കണക്ക്. കേരളത്തിലെ തൊഴിലാളികളിൽ 90% സ്ത്രീകളായിരുന്നു. തൊഴിൽ വേണ്ടെന്ന് വെച്ചവരിൽ 60ഉം 80ഉം പ്രായത്തിൽപ്പെട്ട സ്ത്രീകളാണ്. മുതിർന്ന തൊഴിലാളികളുടെ മരണവും എണ്ണം കുറയാൻ കാരണമായി. ഭിന്നശേഷിക്കാരുടെ എണ്ണത്തിലും കുറവുണ്ട്. 2023-24 കേരളത്തിൽ 2572 പേർ ഉണ്ടായിരുന്നത് 2024-25 ആയപ്പോഴേക്കും 2306 കുറഞ്ഞു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിക്കുകയോ വിട്ടുപോവുകയോ ചെയ്താൽ ആ വീട്ടിൽ നിന്ന് പകരം തൊഴിലാളി വരുന്നില്ല. പുതിയ തലമുറയിൽപ്പെട്ടവർക്കും താല്പര്യവുമില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്തിപ്പിലുണ്ടായ നിരന്തര വീഴ്ചകളെ തുടർന്ന് തൊഴിലുറപ്പിന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥകൾ കടുപ്പിച്ചിരുന്നു. ഓൺലൈനായി ഹാജർ രേഖപ്പെടുത്താൻ 2 തവണ വർക്ക്സൈറ്റിൽ തൊഴിലാളികൾ എത്തണം. നിശ്ചിത അളവിൽ സമയത്ത് പണിതീർത്ത് കൊടുത്തില്ല എങ്കിൽ കൂലിയും കുറയ്ക്കും. സോഷ്യൽ ഓഡിറ്റും കടുപ്പിച്ചു. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താലും മറ്റ് തൊഴിലിനെ അപേക്ഷിച്ച് കൂലിയും കുറവാണ്. ഇപ്പോൾ കിട്ടുന്ന കൂലി 346 രൂപയാണ്. കോവിഡിന് ശേഷം കൂടുതൽ വേതനമുള്ള മറ്റ് തൊഴിലിലേക്കും തൊഴിലാളികൾ തിരിഞ്ഞു. ഏർപ്പെടുത്തുന്ന നിബന്ധനകൾ തൊഴിലുറപ്പ് പദ്ധതി കാര്യമായി നടക്കുന്ന കേരളത്തിന് തിരിച്ചടിയുമായി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 20.85 ലക്ഷം സജീവ തൊഴിൽ കാർഡുകളും 24.85 ലക്ഷം സജീവ തൊഴിലാളികളുമാണ് ഉള്ളത്.